സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു, അവിടുന്ന് അരുൾ ചെയ്താലും. സങ്കീർത്തനം 46 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം നമ്മോടുകൂടെ. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞുയർന്നിരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. അതിന് ഇളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. ജനതകൾ ക്രോധാവിഷ്ടരാകുന്നു, രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു. അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉയ്യിപ്പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. വരുവീൻ, കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവീൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവീൻ. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്. ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. ദൈവജനമേ, ഇന്ന് നമുക്ക് സങ്കീർത്തന 46 അധ്യായത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഈ സങ്കീർത്തന ഭാഗം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയബോധത്തെ എടുത്തു കാട്ടുന്നു. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഒത്തിരി ഇഷ്ടവുമുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ് 46 സങ്കീർത്തനം. 1 വാക്യം മുതൽ 3 വാക്യം വരെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ശക്തിയുമാകുന്നു, കഷ്ടതകളിൽ അവൻ അടുത്ത തുണയാണ് എന്നാണ്. അതുകൊണ്ട് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് വീണാലും നാം ഭയപ്പെടാൻ പാടില്ല സഹോദര സഹോദരി. കടൽ വെള്ളം ഇരമ്പി കലങ്ങിയാലും അതിൻ്റെ പ്രക്ഷോഭത്താൽ പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഒരിക്കലും കുലുങ്ങുവാൻ പാടില്ല. നമ്മുടെ ആശ്രയം നമ്മുടെ ദൈവത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശുമ്പോഴും ചുറ്റും ഭയവും അരക്ഷിതാവസ്ഥയും നിറയുമ്പോഴും ദൈവം നമുക്കൊരു അഭയകേന്ദ്രമാണെന്ന് ഈ വചനഭാഗം നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പ് നൽകുന്നു, ആശ്വാസം പകരുന്നു. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ കടലിൽ പതിച്ചാലും ലോകം മുഴുവൻ തന്നെ അശാന്തിയിലായാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നും ഭയപ്പെടാനില്ല. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നില്ലെങ്കിൽ, നമ്മിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇൻസെക്യൂരിറ്റീസിനും ആൻസൈറ്റിക്കും നെർവസ്നെസ്സിനുമൊക്കെ ആണ് നമ്മൾ 1 സ്ഥാനം കൊടുത്ത് ആരാധിക്കുന്നെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. അവിടെ പിതാവായ ദൈവത്തിന് ഇടപെടാൻ നമ്മളായിട്ടൊരു ഓപ്ഷൻ കൊടുക്കുന്നില്ല. നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കാം. അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് ഒന്നും ഭയപ്പെടാനില്ല. കാരണം അവിടുന്ന് എന്നും നമ്മുടെ കൂടെയുണ്ട്. നമ്മെ ശക്തിപ്പെടുത്തുന്ന അഭയശിലയാണ് നമ്മുടെ ദൈവം. സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിത പ്രതിസന്ധികളിൽ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ദൈവം ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാം. നാം കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച നല്ല ദൈവത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. കർത്താവ് ആവശ്യപ്പെട്ടതുപോലെ ഒരു ചെറിയ കടുകുമണിയുടെ വിശ്വാസമെങ്കിലും ആർജിക്കാൻ നാം പരിശ്രമിച്ചേ മതിയാവൂ. അടിയറച്ചുള്ള കുലുങ്ങാത്ത വിശ്വാസം അത്ര എളുപ്പമല്ല സഹോദരങ്ങളെ. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അത് ഈസി ആയിട്ട് സാധ്യമാണ്. കുഞ്ഞുങ്ങളെപ്പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ ഉള്ളടക്കം, പൊരുൾ ഒന്ന് മാത്രം: ഹൃദയ പരിമളത, ഹൃദയവിശുദ്ധി ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. 4 വാക്യം മുതൽ 7 വാക്യം വരെ സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും സംരക്ഷണത്തെയുമാണ്. ഒരു നദി ഒഴുകി നഗരത്തിന് ജീവൻ നൽകുന്നത് പോലെ ദൈവം തൻ്റെ നഗരത്തിന്, അതായത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, നമ്മൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്നു. ദൈവം നമ്മുടെ മധ്യത്തിലായിരിക്കുമ്പോൾ നമുക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. അവിടുന്ന് എപ്പോഴും നമ്മെ സഹായിക്കാൻ എത്തുന്നു. ലോകം മുഴുവൻ അശാന്തിയിലും യുദ്ധത്തിലുമാകുമ്പോഴും ദൈവം തൻ്റെ ശക്തമായ ശബ്ദം നമ്മൾക്ക് വേണ്ടി ഉയർത്തും. അവിടുത്തെ ശക്തിയാൽ
ഭൂമി ഉരുകുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടൊപ്പമുള്ളതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ സുരക്ഷിത സങ്കേതമാണ്. ദൈവത്തിൻ്റെ ശബ്ദം ദൈവ മക്കൾക്കേ തിരിച്ചറിയാൻ സാധിക്കൂ. ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ ശബ്ദം ദൈവ മക്കൾക്കേ തിരിച്ചറിയാൻ സാധിക്കൂ. നല്ല ഇടയൻ്റെ ഉപമയിൽ കർത്താവ് പറയുന്നില്ലേ, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നുവെന്ന്. എൻ്റെ ആടുകൾ അടിവരയിട്ട് മനസ്സിലാക്കാം. സഹോദരങ്ങളെ, നമുക്ക് കാതോർക്കാം നമ്മുടെ അപ്പൻ്റെ സ്വരം ശ്രവിക്കാൻ. കാരണം കർത്താവിൻ്റെ ആട്ടിൻപറ്റത്തിലെ ആടുകളാണ് നാം ഓരോരുത്തരും. കർത്താവ് നമ്മോട് പറയുന്നു, മകനെ മകളെ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന്. സഹോദരങ്ങളെ, 46 സങ്കീർത്തനത്തിലെ 8 വാക്യം മുതൽ 11 വാക്യം വരെ സങ്കീർത്തകൻ ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നു: വരിക, കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുക, അവിടുന്ന് ഭൂമിയിൽ വരുത്തിയിട്ടുള്ള അത്ഭുതങ്ങൾ കാണുക. അവിടുന്ന് യുദ്ധങ്ങളെ അവസാനിപ്പിക്കുന്നു, അവിടുന്ന് വില്ലൊടിക്കുന്നു, കുന്തം മുറിക്കുന്നു, രഥങ്ങളെ അഗ്നിയിൽ ദഹിപ്പിക്കുന്നു. ശാന്തരായിരിക്കുക, ഞാനാണ് ദൈവം എന്നറിയുക. ഞാൻ ജനതകൾക്കിടയിൽ ഉന്നതനാക്കപ്പെടും, ഭൂമിയിൽ ഞാൻ ഉന്നതനാക്കപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ സങ്കേതമാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ കാണാൻ സങ്കീർത്തനം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. അവിടുന്ന് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നു, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ആയുധങ്ങൾ നശിപ്പിച്ചു കളയുന്നു, എല്ലാ സംഘർഷങ്ങളെയും പാടെ ഇല്ലാതാക്കുന്നു. ശാന്തരായിരിക്കുക, ഞാനാണ് ദൈവം എന്നറിയുക എന്ന ആഹ്വാനം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഉത്കണ്ഠകളും ഭയങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ ക്ഷണിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, അവിടുന്ന് നമ്മുടെ സങ്കേതമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം 14 വാക്യത്തിൽ ദൈവം അരുളി ചെയ്യുന്നു: സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. നീ വെറുതെ ഇരുന്നാൽ മാത്രം മതി, നിന്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഈ 46 സങ്കീർത്തനത്തിൻ്റെ പൂർണ്ണത നമുക്ക് പുതിയ നിയമത്തിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലും ദർശിക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് മത്തായി 28:20 യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്ന സങ്കീർത്തന വചനത്തിൻ്റെ പുതിയ നിയമ പൂർത്തീകരണമാണ്. കൊടുങ്കാറ്റിൽ അകപ്പെട്ട ശിഷ്യന്മാരെ ശാന്തമാക്കിക്കൊണ്ട് യേശു പറഞ്ഞത് ശാന്തമാകൂ എന്നായിരുന്നു. ഇത് സങ്കീർത്തനം 46:10 ശാന്തരായിരിക്കുക, ഞാനാണ് ദൈവം എന്നറിയുക എന്ന ആഹ്വാനത്തോട് ചേർന്ന് നിൽക്കുന്നു. കൂടാതെ പുതിയ നിയമം സ്നേഹത്തെയും സമാധാനത്തെയും കുറിച്ച് പഠിപ്പിക്കുന്നു. അവിടുന്ന് യുദ്ധങ്ങളെ ഭൂമിയുടെ അറ്റത്തോളം അവസാനിപ്പിക്കുന്നു എന്ന സങ്കീർത്തന ഭാഗത്തിന് ഇത് പുതിയ മാനം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകുന്നു. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് ദൈവവുമായി അനുരഞ്ജിപ്പിച്ച് നമ്മെ ശാശ്വതമായ സമാധാനത്തിലേക്ക് നയിക്കാൻ യേശു വന്നതിലൂടെ സങ്കീർത്തനം 46 പ്രത്യാശ പൂർണ്ണമാകുന്നു. അവിടുന്ന് നമ്മുടെ യഥാർത്ഥ സങ്കേതവും ശക്തിയുമാണ്. നീ എൻ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനായി നാം കാത്തിരിക്കുമ്പോൾ ഈ 46 സങ്കീർത്തനത്തിലെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം. ചുറ്റുമുള്ള ലോകം അശാന്തിയിലും ഭയത്തിലും അകപ്പെടുമ്പോൾ ഭയപ്പെടാതെ ദൈവത്തിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കാം. സഹോദരങ്ങളെ, പ്രതിസന്ധികളിൽ ആകുലപ്പെടാതെ പ്രാർത്ഥനയിലൂടെയും കൂദാശകളിലൂടെയും ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിച്ചറിയാം. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി മറ്റുള്ളവർക്ക് മാറാൻ ശ്രമിക്കാം. പ്രിയ സഹോദര സഹോദരി, യുദ്ധങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്ത ഒരു ലോകത്തിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ദൈവജനമേ, ഓർക്കുക, സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവിടുത്തെ സ്നേഹവും കരുണയും ഒരിക്കലും നമ്മെ വിട്ടുപോകുകയില്ല. അവിടുന്ന് നമ്മോട് അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, കാരണം നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നമുക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന് പീഡകൾ സഹിച്ച് മരിച്ച് 3-ാം നാൾ ഉയർത്ത ഏക ജീവനുള്ള ദൈവം. ലോകത്തിൻ്റെ പലയിടങ്ങളിൽ അൾത്താരയിലെ തിരുവോസ്തിയിൽ നമ്മിൽ അലിഞ്ഞു ചേരാൻ കൊതിക്കുന്ന നമ്മുടെ അനന്ത സ്നേഹമായ ദൈവം. തിരിച്ചറിയാം, തിരുത്താം,
മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക്. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും തീർച്ച. നാം ഹൃദയശുദ്ധിയോടെ അവിടുത്തെ അന്വേഷിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ മാത്രം മതി. കർത്താവായ യേശുവേ, വേഗം വരേണമേ. കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ, സങ്കീർത്തനം 46 അധ്യായത്തിലൂടെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആശ്വാസത്തിനും ശക്തിക്കും ഞങ്ങൾ നന്ദി പറയുന്നു. വെറുതെ ഇരുന്നാൽ മതി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന അവിടുത്തെ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷികളാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു. ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.